ജേണലിംഗിൻ ഗുണങ്ങൾ. നിങ്ങൾ എന്തുകൊണ്ട് ഒരു ജേണൽ സൂക്ഷിക്കണം? ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിന്തകരിൽ ചിലർ ജേണലിംഗ് മാനസിക വ്യക്തത, വ്യക്തിഗത വളർച്ച, സർഗാത്മക ആവിഷ്കാരം എന്നിവയ്ക്ക് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ, ലിയോനാർഡോ ഡാവിഞ്ചി, ഫ്രിഡ കഹ്ലോ, മേരി ക്യൂറി തുടങ്ങിയ ശാസ്ത്രജ്ഞരും കലാകാരന്മാരും അവരുടെ ആശയങ്ങളും ഉൾക്കാഴ്ചകളും വ്യക്തിപരമായ പോരാട്ടങ്ങളും എന്നിവ ജേണലിങ്ങിലൂടെ രേഖപ്പെടുത്തി. ഒരു ജേണൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ക്ഷേമത്തെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു സ്വയം പരിചരണ രീതിയാണ്. ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും അമിതഭാരം, സമ്മർദ്ദം അല്ലെങ്കിൽ വിച്ഛേദിക്കൽ എന്നിവ അനുഭവപ്പെടുന്നത് എളുപ്പമാണ്. ഈ വെല്ലുവിളികളെ മറികടക്കാനും ആഴത്തിലുള്ള ആത്മബോധം, മനസ്സമാധാനം, സർഗാത്മകത എന്നിവ വളർത്തിയെടുക്കാനും ജേണലിംഗ് നമ്മെ സഹായിക്കുന്ന ഒരു മാർഗമാണ്. ഒരു ജേണലിംഗ് ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തതയും ഉൾക്കാഴ്ചയും കാഴ്ചപ്പാട് നേടാനും കൂടുതൽ പോസിറ്റീവ് പ്രതിരോധശേഷിയുള്ളതുമായ ഒരു മാനസികത വികസിപ്പിക്കാനും കഴിയും. ഈ കാര്യത്തിൽ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സ്വയം അവബോധം വർദ്ധിപ്പിക്കാനും അതുപോലെ ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കാനും ജേണലിംഗ് ചില ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കാം. നിങ്ങൾ ഇതുവരെ ജേണലിംഗ് ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പേന എടുക്കാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുറക്കാനോ എഴുതാൻ തുടങ്ങാനോ ഇത് നിങ്ങളെ സഹായിക്കും. എന്താണ് ജേണലിംഗ്? എല്ലാവരെയും എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്? കൗമാരപ്രായത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡയറി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആസ്വദിച്ച ചില ഡയറി കുറിപ്പുകൾ, അനുകൂലങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ഓർമ്മിച്ചിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ ഡയറി കുറിപ്പ് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. വിധിയെയും ശിക്ഷയെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ പ്രണയ താൽപ്പര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് പരാതിപ്പെടാനും കഴിയും. എഴുത്ത് പരിശീലനം ആരംഭിക്കാൻ തീരുമാനിക്കുമ്പോൾ മുതിർന്നവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി ഡയറി കുറിപ്പുകൾ അനുകൂലങ്ങളിൽ ഒന്ന് മാത്രമാണ് ആ സ്വാതന്ത്ര്യബോധം. ദിവസം ഡയറി എഴുതാത്തവർക്ക് പോലും ജേണലിംഗ് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. ഡയറി എഴുതുന്നത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് ഗുണം ചെയ്യുമെന്നും നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നുമുള്ള വാദത്തെ വളർത്തുന്ന ഗവേഷണങ്ങൾ പിന്തുണയ്ക്കുന്നു. എന്തുകൊണ്ട് ജേണലിംഗ് ധ്യാനാത്മകമാണ്? നിങ്ങൾ ഒരു ജേണൽ എൻട്രി എഴുതുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുകയോ ചെയ്യുന്നില്ല. ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ പോലും പലരും ജേണലിംഗ് എഴുതുമ്പോൾ വിശ്രമം അനുഭവിക്കുന്നു. ഒരു ഡയറി സൂക്ഷിക്കുന്നത് എത്രയധികം പ്രയോജനകരമാകുന്നത് എന്നുള്ള കാരണങ്ങൾ ഇവിടെ പറയുന്നു. ജേണലിംഗ് മാനസിക വ്യക്തത നൽകുന്നു. വികാരങ്ങൾ ചിലപ്പോൾ മറ്റെല്ലാവരിലും മറികടക്കും. നിങ്ങൾ എങ്ങനെ തോന്നുന്നുവെന്നോ പ്രതികരിക്കുന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നതിനോ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിനോ എപ്പോഴും യോജിക്കില്ല. നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ഒരു ജേണലിൽ എഴുതുന്നത് നിങ്ങളുടെ തലച്ചോറിലെ ലഗേജ് ശൂന്യമാക്കും. അതുവഴി നിങ്ങൾക്ക് ഒരു സാഹചര്യത്തെ പുതിയ കണ്ണുകളോടെ കാണാൻ കഴിയും. ജേണലിംഗ് സ്വയം അവബോധം വളർത്തുന്നു. പലരും ജീവിതത്തിൽ പ്രതികരിക്കുന്നതിലൂടെ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് പ്രത്യേകമായി തോന്നുന്നതെന്നോ പെരുമാറുന്നതെന്നോ ചിന്തിക്കാതെ കടന്നു പോകുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകാൻ ജേണലിംഗ് സഹായിക്കും. നിങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജേണൽ പ്രോംപ്റ്റുകൾ മികച്ച ഉപകരണങ്ങളാണ്. നിങ്ങളുടെ മനസ്സിലുള്ളതിന് പകരം ഒരു പ്രോംപ്റ്റിലേക്ക് എഴുതുന്നത് നിങ്ങളെ പഴയ വഴികളിൽ നിന്നും പുറത്താക്കുകയും പുതിയൊരു വീക്ഷണകോണിൽ നിന്നും നിങ്ങളെ തന്നെ നോക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ ഉൾക്കാഴ്ചയ്ക്ക് നിങ്ങൾ ബന്ധമില്ലാത്തതായി കരുതുന്ന നിരവധി വെല്ലുവിളികളെയും സാഹചര്യങ്ങളെയും ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം. ജേണലിംഗ് സമ്മർദ്ദം ഒഴിവാക്കുന്നു. നെഗറ്റീവ് വികാരങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കീഴടക്കുകയും നിങ്ങളുടെ മാനസികാവസ്ഥയെയും പെരുമാറ്റങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യും. നിയന്ത്രിക്കാതെ വിട്ടാൽ ഈ വികാരങ്ങൾ സമ്മർദ്ദത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും മാനസികാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. ജേണലിംഗിൻ്റെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നാണ് സമ്മർദ്ദ നിയന്ത്രണം. മാനസികാരോഗ്യത്തിനായുള്ള ഡയറിങ്ങിൻ്റെ നിരവധി ഗുണങ്ങളിൽ ഒന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പങ്കിടാൻ കഴിയാത്ത ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള ഒരു വഴി ഉണ്ടായിരിക്കുക എന്നതാണ്.
കോപത്തിൻ്റെയോ നിരാശയുടെയോ വികാരങ്ങൾ മൂടിവെക്കുന്നതിനു പകരം നിങ്ങൾക്ക് അവയെക്കുറിച്ച് ഒരു ഡയറി സ്വതന്ത്രമായി എഴുതാം. ഈ പരിശീലനം സമ്മർദ്ദം ഒഴിവാക്കാൻ സഹായിക്കുന്നു. കൂടാതെ കാര്യങ്ങൾ എഴുതുന്നത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും പരിഹരിക്കാനും കണ്ടെത്താനും നിങ്ങളെ സഹായിക്കുന്നു. ഇനി ജേണലിംഗ് വൈകാരിക ബുദ്ധി വികസിപ്പിക്കുന്നു. വൈകാരിക ബുദ്ധി എന്നത് നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും നിയന്ത്രിക്കാനും മറ്റുള്ളവരിൽ നിന്നുള്ള വികാരങ്ങളുടെ പ്രകടനത്തെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവാണ്. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാൻ പഠിക്കണം. ആത്മപരിശോധന പരിശീലിക്കാനും സംഘർഷങ്ങളെ സുരക്ഷിതമായി മറികടക്കാനും ജേണലിംഗ് നിങ്ങളെ സഹായിക്കും. സ്വയം വിധിക്കാതെ വികാരങ്ങളെക്കുറിച്ച് എഴുതുന്നത് നിങ്ങളുടെ വികാരങ്ങളെ നന്നായി നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച ലഭിക്കുമ്പോൾ മറ്റുള്ളവരുടെ വീക്ഷണകോണുകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആ കഴിവ് നന്നായി ഉപയോഗിക്കാൻ കഴിയും. കൂടാതെ ഭയത്തെക്കുറിച്ച് എഴുതൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് നന്നായി മനസ്സിലാക്കാനും ആഴത്തിലൂടെ സ്വയം അവബോധത്തിലൂടെ ഭയങ്ങളെ എങ്ങനെ മറികടക്കാനും സഹായിക്കും. ഇനി ജേണലിംഗ് സർഗാത്മകം വർദ്ധിപ്പിക്കുന്നു. ജേണലിംഗ് എഴുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഒരു ജേണൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സർഗാത്മകതയ്ക്ക് തുടക്കമിടും. നിങ്ങളുടെ ജേണലിൽ കളിക്കാനും പരീക്ഷണം നടത്താനും നിങ്ങളെ അനുവദിക്കുക. വരയ്ക്കുക, പരിചിതമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ ചിലത് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ജേണൽ പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കൊളാഷ് സൃഷ്ടിക്കുക. നിങ്ങൾക്ക് കലാപരമായി താല്പര്യമില്ലെങ്കിൽ ജേണലിംഗ് ഇപ്പോഴും സൃഷ്ടിപരമായ ചിന്തയെ വർദ്ധിപ്പിക്കും. ഇനി ജേണലിംഗ് പ്രശ്നപരിഹാര കഴിവുകൾ മെച്ചപ്പെടുത്തുന്നു. പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടോ അതിനെക്കുറിച്ച് എഴുതുക. ഡയറി കുറിപ്പുകൾ എഴുതുന്നതും അവയെക്കുറിച്ച് ചിന്തിക്കുന്നതും അപ്രത്യക്ഷമായി തോന്നുന്ന പുതിയ ആശയങ്ങൾക്ക് പ്രചോദനം നൽകുന്നതും ചിലപ്പോൾ നിങ്ങൾ വളരെ കാലമായി പോരാടുന്ന ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് സ്വീകരിക്കുക മാത്രമാണ് വേണ്ടത്. പ്രശ്നവും അതിൻ്റെ സംഭാവന ഘടകങ്ങളും രേഖപ്പെടുത്തുന്നതും അത് കൈകാര്യം ചെയ്യാനും നിങ്ങളെ ഇത് സഹായിക്കും. ഇനി ജേണലിംഗ് ആരോഗ്യ പ്രശ്നങ്ങളെ കുറയ്ക്കുന്നു. ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തൽ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ, രക്തസമ്മർദ്ദ നില കുറയ്ക്കൽ, കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തൽ എന്നിവ ജേണലിംഗിൻ്റെ ഗുണങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. മാനസികവും ശാരീരികവുമായ ആരോഗ്യം ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത ഈ ഫലത്തിന് ഭാഗികമായി കാരണമായേക്കാം. ജേണലിംഗിൻ്റെ സമ്മർദ്ദ നില കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുവെങ്കിൽ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയും കുറയുന്നു. ഇനി ജേണലിംഗ് ലക്ഷ്യക്രമീകരണത്തെ പിന്തുണയ്ക്കുന്നു. ലക്ഷ്യക്രമീകരണം പരിശീലിക്കേണ്ട ഒരു പ്രധാന കഴിവാണ്. ലക്ഷ്യങ്ങളും അവ നേടുന്നതിനുള്ള പദ്ധതികളും ജേണലിൽ സൂക്ഷിക്കുന്നത് വ്യക്തിഗത വളർച്ച കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ജേണൽ എൻട്രികൾ വിശകലനം ചെയ്യുന്നത് വിമർശനാത്മകമായ ചിന്താശേഷി വികസിപ്പിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. ഇനി ജേണലിംഗ് ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ജേണലിംഗ് ഉപയോഗിക്കാം. നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഒരു ജേണൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും അവ നേടിയെടുക്കാൻ ആവശ്യമായ ഘടകങ്ങളെയും ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ്. നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചിന്തിക്കുന്നത് ആദ്യപടിയാണ്. പക്ഷേ ചിന്തകൾ എളുപ്പത്തിൽ മറന്നു പോകും. ഒരു ലക്ഷ്യം എഴുതുന്നത് അതിനെ കൂടുതൽ മൂർത്തമാക്കുകയും ചില ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ചെയ്യും. നിങ്ങളുടെ ഡയറിയിൽ ലക്ഷ്യക്രമീകരണം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് കൃത്യമായി പറയുക. എനിക്കൊരു പുതിയ ജോലി വേണം എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയെക്കുറിച്ച് അത് സാധ്യമാകാൻ നിങ്ങൾ സ്വീകരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും എഴുതുക. ഈ ഇനങ്ങൾ എഴുതി വയ്ക്കുന്നത് ആദ്യം ലക്ഷ്യം വെച്ചതിനു ശേഷം നിങ്ങൾ എത്രത്തോളം എത്തിയെന്ന് തിരിഞ്ഞു നോക്കാനും കാണാനും നിങ്ങളെ അനുവദിക്കുന്നു. ഇനി ജേണലിംഗ് വൈകാരിക നിയന്ത്രണത്തെ സഹായിക്കുന്നു. ജേണലിംഗ് ഒരു ചിന്താപരമായ വ്യായാമമാണ്. അവർ അവരുടെ ജേണൽ എൻട്രികൾ എഴുതുകയും വീണ്ടും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങളെയും വികാരങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു വീക്ഷണം ലഭിക്കും. ജേണൽ എഴുത്ത് നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങളെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കൂടുതൽ മറിച്ചുള്ള കാര്യങ്ങൾക്ക് പകരം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇനി ജേണലിംഗ് ആവിഷ്കാര ശേഷി ശക്തിപ്പെടുത്തുന്നു. സ്വയം പ്രകടിപ്പിക്കാൻ ജേണലിംഗ് നിങ്ങളെ അനുവദിക്കുന്നു. സ്വകാര്യമായി എഴുതുന്നത് മറ്റുള്ളവർ നിങ്ങളെ വിധിക്കുമെന്ന് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ്. നിങ്ങളുടെ സുഖം തോന്നുന്നത്ര രീതികളിൽ നിങ്ങൾക്ക് സ്വകാര്യമായി ശൈലികൾ, സ്വരങ്ങൾ, ഫോർമാറ്റുകൾ എന്നിവ പരീക്ഷിക്കാം. ഇനി ജേണലിംഗ് മികച്ച മെമ്മറി വളർത്തുന്നു. എഴുത്ത് ഓർമ്മശക്തിയെയും വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് പോലുള്ള മറ്റ് വൈജ്ഞാനിക കഴിവുകളും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. പേപ്പറിലോ ലാപ്ടോപ്പിലോ ആയാലും കാര്യങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ എഴുതുന്ന വിവരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ജേണലിംഗിലൂടെ ഈ വ്യായാമം പതിവായി പരിശീലിക്കുന്നത് വ്യായാമം ശാരീരിക പേശികളെ ശക്തിപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ മെമ്മറി പേശികളെ ശക്തിപ്പെടുത്തുന്നു. ഇനി ജേണലിംഗ് എഴുത്ത് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു.
കാതലായ ഭാഗത്ത് ജേണലിംഗ് എഴുത്ത് പരിശീലനമാണ്. മിക്ക ജേണലുകളും മറ്റുള്ളവർ വായിക്കാനുള്ളതല്ല, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജേണൽ എൻട്രികൾ വീണ്ടും വായിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എഴുത്ത് സാങ്കേതികമായ ശക്തിയും ബലഹീനതയും കാണാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിനായി പരിശ്രമിക്കാനും ഈ പരിശീലനം നിങ്ങളെ അനുവദിക്കും. ഇനി ജേണലിംഗ് മനസ്സിനെ മെച്ചപ്പെടുത്തുന്നു. മനസ്സമാധാനം, സമ്മർദ്ദം ഒഴിവാക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്താനും കൂടുതൽ സന്തുലിതമായ മാനസികാവസ്ഥ നിലനിർത്താനും നിങ്ങളെ സഹായിക്കും. മുന്നോട്ടുള്ള പ്രേരണ നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിലൂടെ ഇവയെല്ലാം വിലപ്പെട്ട ഘടകങ്ങളാണ്. ദിനപത്രങ്ങൾ എഴുതുന്നത് ആ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതിലൂടെ മനസ്സമാധാനം വർദ്ധിപ്പിക്കുന്നു. വിപുലമായ ദിനപത്ര അനുഭവമുള്ള ആളുകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള എഴുത്ത് നിങ്ങളെ സമയത്തിൻ്റെ ട്രാക്ക് നഷ്ടപ്പെടുത്തുകയോ നിങ്ങൾ എവിടെയാണ് മറക്കുകയോ ചെയ്യുമെന്ന് അറിയാം. ശ്രദ്ധ വ്യതിചലിക്കാതെ ആഴത്തിലുള്ള ചിന്തകൾ മുഴുകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുമായി പൂർണ്ണ ബന്ധപ്പെടാൻ കഴിയും. ഇനി ഉൽപാദനക്ഷമതയ്ക്ക് ജേണലിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ജേണലിംഗ് എന്ന ഹാബിറ്റ് വളർത്തിയെടുക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് യഥാർത്ഥ ഫലങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ഗൗരവമേറിയ ഉപകരണമാണ് ജേണലിംഗ്. ഒരു ജേണൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ താൽപ്പര്യങ്ങൾ കേന്ദ്രീകരിക്കാനും നിങ്ങൾക്ക് ശരിക്കും പ്രധാനപ്പെട്ടത് എന്താണെന്ന് നിർണ്ണയിക്കാനും നിങ്ങളുടെ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും അവയിൽ നിന്നും നിങ്ങൾ എന്താണ് പഠിക്കുന്നതെന്ന് രേഖപ്പെടുത്താനും സഹായിക്കും. മൊത്തത്തിൽ ജേണലിംഗ് നിങ്ങളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താൻ സഹായിക്കും. ജേണലിംഗ് സമയ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നു. ജേണലിംഗ് സമയം ക്രമീകരിക്കുന്നതിന് ഒരു ടൈമർ സജ്ജീകരിക്കുന്നത് ഒരു നല്ല നുറുങ്ങാണ്. മുൻകൂട്ടി നിശ്ചയിച്ച സമയത്തേക്ക് ജേണലിംഗ് നടത്തുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടാതെ നിങ്ങളുടെ പഴയ മാനേജ്മെൻറ്റ് കഴിവുകൾ മൊത്തത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഇനി ജേണലിംഗ് ജോലികൾക്ക് മുൻഗണന നൽകാൻ സഹായിക്കുന്നു. ആഹാ എന്നൊരു നിമിഷം ഉണ്ടായിട്ട് അത് പെട്ടെന്ന് തന്നെ മറന്നു പോയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സിൽ മറ്റെന്തെങ്കിലും ഓർമ്മകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനായി എത്ര തവണ നിങ്ങൾ ആഴത്തിലുള്ള ചിന്തകളിൽ നിന്നും വ്യതിചലിക്കുന്നു. ഒരു ഡയറി സൂക്ഷിക്കുന്നതിലുള്ള ആശയങ്ങൾ മറക്കാതിരിക്കാൻ അവ എഴുതാൻ ഒരു സ്ഥലം നൽകുന്നു. മറ്റു മുൻഗണനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമ്പോൾ ഒരു ഡയറി വൈകാരികമായി വലിച്ചെറിയുന്ന ഒരു സ്ഥലമായി മാറും. നിങ്ങളുടെ ചിന്തകൾ എഴുതുന്നത് മറ്റു ആവശ്യങ്ങൾക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. ഇനി ജേണലിംഗ് ജോലികൾ എങ്ങനെയാണ്? നിങ്ങൾ എപ്പോഴും ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യാൻ പുതിയ വഴികൾ തേടുന്നുണ്ടെങ്കിൽ ഒരു ജേണൽ സൂക്ഷിക്കുന്നത് സഹായകരമാകും. ജേണലിൽ നിന്നും പ്രയോജനം നേടാൻ ശരിയോ തെറ്റോ മാർഗമില്ല. നിങ്ങളുടേതൊരു സഹായ കലണ്ടറോ നിങ്ങളുടെ ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടികയും പ്രോജക്റ്റുകളും ട്രാക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുക. ഇനി ജേണലിൽ പിന്നീട് പരാമർശിക്കേണ്ട പ്രവർത്തനങ്ങളുടെ ഒരു ദൈനംദിന ലോഗ് നൽകുന്നു. നിങ്ങൾ ഒരു ഡയറി എഴുതുമ്പോൾ നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും സംഭവങ്ങളെയും റെക്കോർഡ് സൃഷ്ടിക്കുന്നു. അതൊരു ദൈനംദിന ലോഗ് ആയി പ്രവർത്തിക്കും. എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറിയിൽ സ്ഥിരമായി എഴുതുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന സംഭവങ്ങളും അനുഭവങ്ങളും നിങ്ങൾക്ക് പകർത്താനും പ്രതിഫലിപ്പിക്കാനും കഴിയും. നിങ്ങൾ നേടിയ കാര്യങ്ങൾ, നിങ്ങൾ കണ്ടുമുട്ടിയ ആളുകൾ, നിങ്ങൾ നേരിട്ട വെല്ലുവിളികൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾ കൈവരിച്ച പുരോഗതി എന്നിവയെക്കുറിച്ച് ഓർമ്മിക്കുന്നതിനുള്ള ഒരു റഫറൻസായി നിങ്ങൾക്ക് ഡയറി പ്രവർത്തിക്കാൻ കഴിയും. ജേണലിംഗ് ഘടനകളുടെ ആശയങ്ങൾ. നിങ്ങൾക്ക് പകുതി ആശയമുണ്ടെങ്കിൽ അത് പങ്കിടുന്നതിന് മുൻപേ അതിനെക്കുറിച്ച് ഒരു ഡയറിയിൽ എഴുതാൻ ശ്രമിക്കുക. ഒരു വിഡ്ഢി എന്ന ആശയത്തിൽ നിന്നും ഒരു പൂർണ്ണമായ പദ്ധതി നിർമ്മിക്കാൻ ജേണലിംഗ് നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ആശയത്തിൻ്റെ ബലഹീനതകളെയും ശക്തികളെയും നിങ്ങൾ ശ്രദ്ധിക്കുകയും അവ പരിഹരിക്കാനോ ഹൈലൈറ്റ് ചെയ്യാനോ പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ജേണലിംഗ് മികച്ച ഏകാഗ്രത വികസിപ്പിക്കുന്നു. ഏകാഗ്രത ശരീരത്തിലെ ഒരു പേശി പോലെയാണ്. നിങ്ങൾ അത് കൂടുതൽ ഉപയോഗിക്കുന്തോറും അത് ശക്തമാകും. ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നതിന് ജേണലിംഗ് ഉപയോഗിക്കുന്നതിന് എല്ലാ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ ജേണലിംഗ് എഴുതാൻ പ്രതിജ്ഞാബദ്ധരാവുക. നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയുമ്പോൾ പോലും അതിൽ തുടരുക. നിങ്ങളുടെ ജേണലിംഗ് പരിശീലനം വികസിപ്പിക്കുമ്പോൾ 10 മിനിറ്റ് വേഗത്തിൽ കടന്നു പോയതായി നിങ്ങൾ ഉടൻ തന്നെ കണ്ടെത്തും. നിങ്ങളുടെ ജേണൽ എൻട്രി എഴുതുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ സമയം വേഗത്തിൽ കടന്നു പോകും. ഇനി ജേണലിങ്ങിൻ്റെ പ്രയോജനങ്ങളും പരമാവധി നുറുങ്ങുകളും ഇവിടെ ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ ജേണലിങ്ങിന് പല വശങ്ങളിലും ജേണലിംഗ് പ്രയോജനകരമാണ്. എന്തുകൊണ്ട് നിങ്ങൾ അത്
പരിശീലിച്ചു നോക്കിക്കൂടാ. തീർച്ചയായും നിങ്ങളുടെ ശ്രമങ്ങളിൽ നിന്നും പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി നിങ്ങളുടെ ജേർണലിംഗ് പരിശീലനം പരമാവധിയാക്കുന്നതിന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. 1. സൗകര്യപ്രദമായി സൂക്ഷിക്കുക. എഴുത്ത് ഒരു ജോലിയാക്കി മാറ്റുന്ന സ്വയം അടിച്ചേൽപ്പിക്കുന്ന നിയമത്തേക്കാൾ സൗകര്യത്തിന് മുൻഗണന നൽകുക. പ്രയോജനകരമായ നിങ്ങൾ എല്ലാ ദിവസവും ഒരേ സമയം ഡയറി എഴുതേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക എഴുതേണ്ടതില്ല. 2. മൊബൈൽ ആക്കുക. എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോർമാറ്റ് തിരഞ്ഞെടുക്കുക. അങ്ങനെ മാനസികാവസ്ഥ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എഴുതാൻ കഴിയും. നിങ്ങളുടെ ഉപകരണങ്ങളിലൂടെ സമന്വയിപ്പിക്കുന്ന ഡേ 1 പോലുള്ള ഒരു ജേണൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പരിഗണിക്കുക. അങ്ങനെ നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ആണെങ്കിൽ മാനസികാവസ്ഥ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചിന്തകൾ എഴുതാനും രേഖപ്പെടുത്താനും കഴിയും. ഇനി ഒരു ലക്ഷ്യം വെക്കുക. ജേണലിൽ നിന്നും നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്ന് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക. എഴുതാൻ ചെലവഴിക്കുന്ന സമയം ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കാൻ, കൂടുതൽ നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഓരോ ദിവസവും നിങ്ങൾക്ക് സന്തോഷം നൽകിയതോ കൃതജ്ഞത തോന്നിപ്പിച്ചതോ ആയ കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. ഒരു ശീലം വളർത്തിയെടുക്കുക. എല്ലാ ദിവസവും എഴുതേണ്ടതെങ്കിലും ഒരു ജേണലിംഗ് ശീലം വളർത്തിയെടുക്കുന്നതിന് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ എല്ലാ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ശീലങ്ങൾ രൂപപ്പെടുന്നതിനും അവയെ നിങ്ങളുടെ പതിവ് ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനും സ്ഥിരത സഹായകമാണ്. 4. സത്യസന്ധത പുലർത്തുക. ജേണലിംഗ് എന്നത് ഒരു പ്രോസസ്സിംഗ്, കണ്ടെത്തൽ, പഠനം എന്നിവയെക്കുറിച്ചാണ്. അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തണം. നിങ്ങൾ എഴുതുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ പ്രക്രിയ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. 5. മടിക്കേണ്ട. വാക്കുകളുടെ പരിധികളില്ലാതെയോ ഓരോ എഴുത്തിലും ഓരോ ഉന്മേഷം പകരാനുള്ള സമ്മർദ്ദമില്ലാതെയോ ലളിതമായി ആരംഭിക്കുക. നിങ്ങൾക്ക് പ്രചോദനം ആവശ്യമുണ്ടെങ്കിൽ ഈ ജേണലിംഗ് ഉദാഹരണങ്ങൾ പരിശോധിക്കുക. മറ്റുള്ളൊരാളുടെ നിലവാരമനുസരിച്ച് ഒരു ജേണൽ എൻട്രി മൂല്യവത്തായതോ പ്രധാനപ്പെട്ടതോ ആണെന്ന് തോന്നുന്നുണ്ടോ എന്നത് പ്രശ്നമല്ല. ഏറ്റവും പ്രധാനമായി സ്വയം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് സുഖം തോന്നുന്നു എന്നതാണ്. 6. പോസിറ്റീവ് ആയിരിക്കുക. വിഷയം എന്തു തന്നെയായാലും ഓരോ എൻട്രിയും ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ ആരംഭിക്കുക. നിങ്ങളുടെ ചിന്തകളെ വിധി ന്യായത്തോടെയല്ല ജിജ്ഞാസയോടെ സമീപിക്കുക. നിങ്ങളുടെ ഭാഷയിൽ ശ്രദ്ധാലുവായിരിക്കുക. നെഗറ്റീവ് സംസാരം ഒഴിവാക്കുക. 7. വെറുതെ എഴുതരുത്. സ്കെച്ചുകളും ഫോട്ടോകളും ചാറ്റുകളും ഡൂഡിലുകളും എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ ജേണൽ വ്യക്തിഗതമാക്കുക. നിങ്ങളുടെ ജേണലിൽ നിങ്ങൾ സർഗാത്മകത സ്വീകരിക്കുക. പ്രത്യേകിച്ച് ഫോട്ടോ ജേണലിൽ നിങ്ങളുടെ ചിന്തകൾക്കൊപ്പം ഓർമ്മകളും പകർത്താനുള്ള ശക്തമായ മാർഗമാണ്. 8. പ്രക്രിയ സ്വീകരിക്കുക. അക്ഷരത്തെറ്റ് പരിശോധിക്കാതെയും വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലും അല്ലെങ്കിൽ തർക്കിക്കാതെയും പൂർണ്ണതാവാദം ഉപേക്ഷിക്കുക. നിങ്ങളുടെ ഡയറി നിങ്ങൾക്കുള്ളതാണ്. സഹായകരമാകാൻ അത് പൂർണ്ണതയില്ലാതായിരിക്കണം എന്നില്ല. 9. സ്വയം ചോദ്യം ചോദിക്കുക. പ്രശ്നങ്ങളുടെ മൂലത്തിലേക്ക് തുളച്ചു കയറുന്ന ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഒരു പ്രശ്നത്തെ വ്യത്യസ്തമായി എങ്ങനെ മറികടക്കുമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കണമെന്ന് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി സ്വത്വത്തിൻ്റെ ഭൂതകാലത്തിൻ്റെയോ ഒരു കത്ത് എഴുതാൻ നിങ്ങൾക്ക് കഴിയും. ഇനി 10. ജേണൽ പ്രോംപ്റ്റുകൾ ഉപയോഗിക്കാം. എന്ത് എഴുതണമെന്ന് ഉറപ്പില്ലേ, അല്ലെങ്കിൽ വിഷമിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഈ മേഖലകളിൽ ജേണൽ പ്രോംപ്റ്റുകൾ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഇനി 11. ശ്രദ്ധ വ്യതിചലിക്കുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യുക. നിങ്ങളുടെ ഡയറി എഴുതുമ്പോൾ സുഖകരവും സുരക്ഷിതവും ശാന്തവുമായ ഒരു സ്ഥലത്ത് ആയിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക. ശരിയായ അന്തരീക്ഷം നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയാനും അവയിൽ നിന്നും പഠിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. 12. നിങ്ങളെയും പുകഴ്ത്തുക. നിങ്ങളുടെ ജേണലിംഗ് സെഷനുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ നന്ദിയും പ്രശംസയും മറക്കരുത്. നിങ്ങളുടെ വിജയങ്ങൾ ഉൾപ്പെടുത്താൻ ഓർമ്മിക്കുക. കൂടാതെ നിങ്ങളുടെ ജേണലിംഗ് പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കാനും അത് ആഘോഷിക്കാനും ഓർമ്മിക്കുക. ഇനി പോസിറ്റീവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഡയറി കുറിപ്പ് എപ്പോഴും എന്തെങ്കിലും പോസിറ്റീവായി അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെയോ മറ്റുള്ളവരുടെയോ പെരുമാറ്റത്തെക്കുറിച്ച് തുറന്നു പറയാൻ ഒരു ഡയറി കുറിപ്പ് ഒരു മികച്ച സ്ഥലമാണ്. പക്ഷേ അത് വിഷമത്തോടെ അവസാനിപ്പിക്കരുത്. എഴുതിയതിനു ശേഷം ഓരോ എൻട്രിയും വായിച്ച് അഭിപ്രായമിടാൻ ഒരു പോസിറ്റീവ് കാര്യം കണ്ടെത്തുക. കൂടുതൽ ആഴത്തിൽ പരിശോധിച്ച് ഓരോ ദിവസവും സംഭവിച്ച എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക.
ഇനി ജേർണലിങ്ങിൻ്റെ പ്രയോജനങ്ങൾ നിങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെ? ജീവിതത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കുറഞ്ഞ പരിശ്രമത്തിലൂടെ ഇത്രയും വലിയ സാധ്യതകൾ നൽകുന്നുള്ളൂ. പക്ഷേ ജേർണലിംഗ് അങ്ങനെ ചെയ്യുന്നു. ഒരു ദിവസം 10 മിനിറ്റ് ഒരു ജേർണൽ എഴുതുന്നതിലൂടെ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താനും നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ വൈകാരിക സന്തുലിതാവസ്ഥ ആസ്വദിക്കാനും കഴിയും. ഇനി പ്രോംപ്റ്റുകൾ, ടൈമറുകൾ, പിന്തുണ, വിവിധ നൂതന സവിശേഷതകളും എന്നിവ നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ളപ്പോൾ ജേർണലിംഗ് കൂടുതൽ എളുപ്പമാണ്. നിങ്ങളുടെ ജേർണലിംഗ് ലക്ഷ്യങ്ങൾ എന്തുതന്നെയായാലും ഡേ 1 ജേർണലിംഗ് ആപ്പ് ജേർണലിംഗിലെ ഒരു പ്രതിഫലദായക പുതിയ ശീലമാക്കി മാറ്റട്ടെ. ഇത്രയും ഗുണങ്ങളാണ് ജേർണലിംഗിന് ഉള്ളത്.